എക്സാമിന് സാധാരണയായി 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിചയപ്പെട്ടാലോ? ഇവിടെ നോക്കിക്കേ, ഇത് നമ്മുടെ മരിയയുടെ വെജിറ്റബിൾ ഗാർഡൻ ആണ്, കണ്ടോ? അതുപോലെ അടുത്തത് നമ്മുടെ അനസിന്റെ വെജിറ്റബിൾ ഗാർഡൻ ആണ്. അനസിന്റെ വെജിറ്റബിൾ ഗാർഡന്റെ പ്രത്യേകത എന്താ? 2 റെക്ടാങ്കിളുകള് ഒന്നിന് താഴെ മറ്റൊന്ന് ഈ രൂപത്തിൽ അടുക്കി വെച്ചതാണ് അനസിന്റെ വെജിറ്റബിൾ ഗാർഡൻ. അതുപോലെ മരിയയുടെ വെജിറ്റബിൾ ഗാർഡനോ അതേ വലുപ്പമുള്ള റെക്ടാങ്കിൾ എന്താ? ഒന്നിന് നേരെ മറ്റൊന്നുള്ള രൂപത്തിൽ വെച്ചതാണ് നമ്മുടെ മരിയയുടെ വെജിറ്റബിൾ ഗാർഡൻ. നമ്മൾ കണ്ടെത്തേണ്ടത് മരിയയുടെ വെജിറ്റബിൾ ഗാർഡന് ചുറ്റും വേലി കെട്ടാനാണോ അല്ലെങ്കിൽ അനസിന്റെ വെജിറ്റബിൾ ഗാർഡന് ചുറ്റും വേലി കെട്ടാനാണോ കൂടുതൽ പാട്? ഏത് വേലിയാണ് കൂടുതൽ മീറ്റർ ദൂരം ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തണം. ഒന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് മരിയയുടെ വെജിറ്റബിൾ ഗാർഡന് ചുറ്റും എത്ര മീറ്റർ വേലി വേണമെന്ന് കണ്ടെത്താം. നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, ഇതൊരു റെക്ടാങ്കിൾ അല്ലേ? ഈ റെക്ടാങ്കിളിന്റെ ഈ സൈഡ് 8 മീറ്റർ ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? ഇതേ നീളം തന്നെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പോ ഇത് മുതൽ അതുവരെ 8 മീറ്റർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 8 മീറ്റർ ആണ്. റെക്ടാങ്കിളിന്റെ എതിർവശങ്ങൾ ഓപ്പോസിറ്റ് എടുത്ത് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചതാ. ഇവിടെ 8 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 8 മീറ്റർ. അതുപോലെ ഇതും അതേ വലുപ്പമുള്ള ഒരു റെക്ടാങ്കിളാ. അതിന്റെ ഇവിടെ 8 മീറ്റർ ആണെങ്കിൽ താഴത്തെ വശവും 8 മീറ്റർ. ഇനി നമുക്ക് വേലി കെട്ടി നോക്കാം. ഇത് മുതൽ ഇതുവരെ വേലി കെട്ടാൻ എന്താ? 8 മീറ്റർ വേലി വേണം. ചുറ്റും എത്ര മീറ്റർ വേലി വേണമെന്ന് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ചുറ്റളവ് കണ്ടെത്തിയാൽ മതി അല്ലെ? ഇത് മുതൽ ഇതുവരെ 8 മീറ്റർ, ഇവിടുന്ന് അങ്ങോട്ടും അത് മുതൽ ഇതുവരെ വേറൊരു 8 മീറ്റർ. അപ്പൊ ആകെ എത്ര മീറ്റർ വേലിയാവും? അത് മുതൽ ഇതുവരെ കിട്ടാൻ 8 + 8 16 അല്ലെ? വീണ്ടും ഇത് ഇവിടുന്ന് താഴോട്ടും വേലി കിട്ടി. താഴോട്ട് എത്ര? 2 മീറ്റർ ഉണ്ട്. അതുവരെ 16 ആയിരുന്നു, 16ലോട്ട് 2 കൂടെ കൂടി അപ്പൊ എന്തായി? 18 ആയി. വീണ്ടും ഇതേ ഒരു 8 മീറ്റർ കിട്ടി. ഇത് മുതൽ ഇതുവരെ എന്താ? 8 മീറ്റർ ആണ്. അപ്പോ 18ലോട്ട് ഒരു 8 കൂടെ കൂടി എത്രയായി? 26. വീണ്ടും ഇത് മുതൽ ഇതുവരെ കിട്ടാൻ എത്ര വേണം? ഒരു 8 മീറ്റർ കൂടെ വേണം. 26ലോട്ട് ഒരു 8 കൂടെ കൂടിയാൽ എന്തായി? 34 അല്ലെ? ഇവിടെ ഇനി ഒരു 2 മീറ്ററും കൂടെ കിട്ടാനുണ്ടല്ലോ. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റും വേലി കെട്ടാൻ വേണ്ടിയിട്ട് എത്ര മീറ്റർ വേലി വേണം? 8 + 8 + 2 + 8 + 8 + 2 അത്രയും മീറ്റർ വേലി വേണം. 8 + 8 16, 16 + 2 18, 18 + 8 26, 26 + 8 34, 34 + 2 എന്താണ്? 36. അപ്പൊ മരിയയുടെ വെജിറ്റബിൾ ഗാർഡന് ചുറ്റും വേലി കെട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം? 36 മീറ്റർ വേലി വേണം. മരിയയുടെ വെജിറ്റബിൾ ഗാർഡന്റെ ചുറ്റളവ് 36 മീറ്റർ ആണ്. പെരിമീറ്റർ 36 മീറ്റർ ആണ് മരിയയുടെ വെജിറ്റബിൾ ഗാർഡന്റേത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ആരാ? നമ്മുടെ അനസാണ്. അനസിന്റെ വെജിറ്റബിൾ ഗാർഡൻ ഈ രൂപത്തിലാണ്. ഇതിന് ചുറ്റും വേലി കെട്ടാനോ? ഇവിടെ നോക്കിക്കേ, ഇത് മുതൽ അതുവരെ 8 മീറ്റർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇത് മുതൽ ഇതുവരെ ഇതേ നീളം തന്നെയല്ലേ ഇവിടെ ഉള്ളത്. ഇവിടെ 8 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 8 മീറ്റർ. ഇനി നമുക്ക് നോക്കാം അനസിന്റെ വെജിറ്റബിൾ ഗാർഡന്റെ ചുറ്റളവ് എന്താ നോക്കാം. ഇവിടെ മുതൽ ഇവിടം വരെ 8 മീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ട് 2, ഇവിടുന്ന് ഇങ്ങോട്ട് വേറൊരു 2, ഇവിടുന്ന് അങ്ങോട്ട് 8, ഇവിടുന്ന് അങ്ങോട്ട് ഒരു 2, ഇവിടുന്ന് അങ്ങോട്ട് ഒരു 2. ആകെ വേലി കെട്ടാൻ വേണ്ടിട്ട് എത്ര മീറ്റർ വേണം? 8 + 2 + 2 + 8 + 2 + 2 ചെയ്താൽ എന്ത് കിട്ടും? 8 + 2 ചെയ്താൽ എന്താ? 8 + 2 10. വീണ്ടും ഒരു 2 കൂടെ കൂടിയാല് 12. വീണ്ടും ഒരു 8 കൂടെ കൂടിയാല് 20. വീണ്ടും ഒരു 2 കൂടെ കൂടിയാല് 22. വീണ്ടും ഒരു 2 കൂടെ കൂടിയാല് 24. 24 മീറ്റർ വേലിയാണ് ആർക്ക് വേണ്ടത്? നമ്മുടെ അനസിന്റെ വെജിറ്റബിൾ ഗാർഡന് ചുറ്റും വേലി കെട്ടാൻ വേണ്ടി വേണ്ടത് അല്ലെ? മരിയയുടെ വെജിറ്റബിൾ ഗാർഡന് ചുറ്റും വേലി കെട്ടാൻ വേണ്ടിട്ട് 36 മീറ്റർ വേണം. മരിയയുടെ വെജിറ്റബിൾ ഗാർഡന്റെ പെരിമീറ്റർ ചുറ്റളവ് 36 മീറ്റർ ആണ്. അതുപോലെ അനസിന്റെ വെജിറ്റബിൾ ഗാർഡന്റെ പെരിമീറ്റർ എന്താ? ചുറ്റളവ് എന്താ? 24 മീറ്റർ ആണ്. അപ്പൊ ആര് വെജിറ്റബിൾ ഗാർഡന് ചുറ്റും വേലി കിട്ടാനാണ് കൂടുതൽ മീറ്റർ വേലി വേണ്ടത്? മരിയയുടേതാണ്. അനസിന്റെ 24 മീറ്റർ ആകുമ്പോ മരിയയുടെ വെജിറ്റബിൾ ഗാർഡന് ചുറ്റും വേലി കിട്ടാൻ 36 മീറ്റർ വേണം അല്ലേ?
സിമ്പിൾ ആയിട്ട് കണ്ടെത്തിയല്ലോ. അപ്പൊ ഇതുപോലെ ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്. ഇത് എക്സാമിന് ഏത് രീതിയിലാണ് വരുമോ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് മാഷ് ലൈവ് വരുന്നുണ്ട്. എക്സാമിന് തലേന്നും നിങ്ങൾക്ക് ലൈവ് ഉണ്ട്, അതുപോലെ ഇന്ന് വൈകുന്നേരം ഏഴരയ്ക്ക് നിങ്ങൾ ലൈവ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈവ് മിസ്സാക്കാതെ തന്നെ എല്ലാവരും ലൈവ് കാണുക. ഇനി വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എക്സാമിന് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക ആ രീതിയിൽ തന്നെ പഠിക്കാം കേട്ടോ. ലൈവില് കാണാം. ബൈ ബൈ.